ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു തോരൻ തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് അമരപ്പയർ ആണ്. വേണ്ട സാധനങ്ങൾ എല്ലാം ഞാനിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോയിലൂടെ എന്തൊക്കെ എപ്പോഴൊക്കെ ചേർക്കണം എന്ന് ഞാൻ പറയാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ചീനിച്ചട്ടി വയ്ക്കുക. ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്പം കടുക് ഇടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അല്പം ഉഴുന്ന് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. വറ്റൽമുളക് 2 എണ്ണം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് വേപ്പില ചേർക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയർ ചീനിച്ചട്ടിയിലേക്ക് ഇടുക. തീ വളരെ ലോ ആക്കി വയ്ക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒരു ശകലം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോരുത്തർക്കും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടി പോകരുത്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ചേർക്കാവുന്നതാണ്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ഒന്ന് അടുപ്പിച്ച് വയ്ക്കുക. ഒരു മൂടി കൊണ്ട് അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. പിന്നീട് മൂടി തുറന്ന് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ഫ്ലെയിം ഒരു കാരണവശാലും കൂട്ടി വയ്ക്കരുത്. ഫ്ലെയിം വളരെ ലോയിലായിരിക്കണം ഇട്ടിരിക്കുന്നത്. വീണ്ടും മൂടി വെച്ച് അടച്ച് വേവിക്കുക. മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 തവണ അടച്ചും തുറന്നും വെച്ച് ഇളക്കി കൊടുക്കുക. അടച്ചു വയ്ക്കുക. വെള്ളമെല്ലാം വറ്റിയോ എന്ന് തുറന്ന് നോക്കുക. നമ്മൾ ഇതിനകത്തിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ അമരപ്പയറിലുള്ള വെള്ളം വെച്ച് തോരൻ റെഡിയാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെള്ളം ചേർത്താൽ അതിനൊരു രുചി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കുക. ഈ അരപ്പിൽ ഞാൻ വെളുത്തുള്ളി, തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും 4 ചേരുവകളൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് എടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ പയർ തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.